കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ്, അതേപോലെ തന്നെ മറ്റുള്ള ബന്ധങ്ങൾ, ജനങ്ങളുമായിട്ടുള്ള ബന്ധം, ഇത് വളരെ രൂക്ഷമായ രീതിയിലാണ് ജസ്റ്റിൻ ട്രൂഡോ അതിനെ കൈകാര്യം ചെയ്തത്. അത് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ എസ്കലേറ്റ് ചെയ്തു. അവിടുന്ന് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ ഇങ്ങോട്ട് ഡിപ്ലോമാറ്റ്സിനെ ടെർമിനേറ്റ് ചെയ്യുന്നു, ഇന്ത്യ തിരിച്ചങ്ങോട്ട് ടെർമിനേറ്റ് ചെയ്യുന്നു. ഇന്ത്യ കാനഡയോട് പറയുന്നു ഇവിടെ കനേഡിയൻ മിഷനിലുള്ള ആൾക്കാരുടെ എണ്ണം കുറയ്ക്കണം. വലിയ പ്രശ്നമായി, വളരെ രൂക്ഷമായ പ്രശ്നമായിരുന്നു. കാരണം ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡർ കാനഡ എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും നാശത്തിലോട്ട് കൊണ്ടുപോയൊരു നേതാവാണ്. അതിൻ്റെ എക്കോണമി നോക്ക്, തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നോക്ക്, അതേപോലെ ഇമിഗ്രേഷൻ, ഇത്രമാത്രം ആൾക്കാരെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അവിടെ നിന്നൊക്കെ കയറ്റി, റെഫ്യൂജീസിനെ കയറ്റി, ഈ ഗാസയിൽ നിന്ന് ഒരാളിനെ കയറ്റി. അതിൻ്റെ ആ ഒരു കാനഡ എന്ന് പറയുന്ന ആ രാജ്യത്തെ ഇതേപോലെ നശിപ്പിച്ച ഒരു നേതാവ് ഈ കഴിഞ്ഞ 50 കൊല്ലത്തിനുള്ളിൽ ഉണ്ടായിട്ടില്ല. അത്ര മോശമായ ഒരു ഭരണാധികാരി. ഇതിനകത്ത് ഇന്ത്യയുമായിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാകാനുണ്ടായ കാരണം ഒരു കൂട്ടുമന്ത്രിസഭ, അതിൻ്റെ അകത്ത് സിഖ് വിഭാഗത്തിൽപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇവർ ഭരിക്കുന്നത്. അപ്പം അതിനകത്ത് വളരെ തെളിവുള്ള വസ്തുതയാണ് ഈ സിഖ് തീവ്രവാദികൾ വളരെയധികം ഈ കാനഡ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുകയും, അതായത് ഇന്ത്യയിൽ ഈ കർഷക ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഏറ്റവും മോശമായ രീതിയിൽ ലോകരാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയോട് പെരുമാറിയ ഒരു രാജ്യമാണ് ജസ്റ്റിൻ ട്രൂഡോ ഭരിച്ചിരുന്ന അഡ്മിനിസ്ട്രേഷൻ. കാരണം സിഖ് പ്രേമമൊന്നുമല്ല, കാരണം ഈ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഈ വലതുപക്ഷ രാഷ്ട്രീയക്കാരെ കണ്ടുകൂടാ. അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഓരോ പ്ലാനുകളും പദ്ധതികളും ഇന്ത്യയിൽ വരുന്നു, അവിടെ പ്രശ്നമുണ്ടാക്കുന്നു. ഇപ്പം ഒരു തീവ്രവാദിയെ ഗുരുദ്വാരയുടെ താഴെ വെച്ച് അയാൾ പറയുന്നു ഇന്ത്യൻ ഏജൻസ് ആണ് കൊന്ന്, അതിനെപ്പറ്റി വളരെ മോശമായിട്ട് പ്രസ്താവനകൾ നടത്തുന്നു. വല്ലാതെ വഷളായിപ്പോയി. ഏതാണ് നമ്മുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് കാനഡയുമായിട്ട് വളരെ അന്തിമം അകന്നു. എന്നാൽ പുതിയ പ്രധാനമന്ത്രി ഇവിടെ ചാർജ് എടുത്തപ്പോൾ, കാരണം അദ്ദേഹത്തിന് ഒക്ടോബർ 25 2025 വരെ ഭരിക്കാൻ കഴിയുള്ളൂ, കാരണം അവിടെ ഇലക്ഷൻ വരാൻ പോവുകയാണ്. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം എടുത്ത ആദ്യത്തെ തീരുമാനം എന്ന് പറയുന്നത്, ഉറപ്പായിട്ടും അമേരിക്കൻ ടാരിഫായിട്ട് വലിയ ഇഷ്യൂ അടക്കുന്ന സമയമാണ്, പക്ഷെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം, അതായത് തകർന്നു പോയ ബന്ധം തിരികെ പുതിയ രീതിയിലോട്ട് മാറ്റാൻ വേണ്ടി അദ്ദേഹം കഠിനമായ പ്രയത്നം നടത്തുകയാണ്. ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിനെ അവരെയൊക്കെ വിളിച്ചിട്ട് അദ്ദേഹം ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്, കാനഡയുടെ മണ്ണിൽ ഇന്ത്യക്കെതിരെ ഒരു പരിപാടിയും നടക്കില്ല. അതായത് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്, സിഖ് ടെററിസ്റ്റ് ഈ സംഭവം നടക്കില്ല. അതിനെതിരെ കനേഡിയൻ ഗവൺമെന്റ് ലോ എൻഫോഴ്സ്മെന്റ് ശക്തമായ നടപടിയെടുക്കും. അങ്ങനെ ആരെങ്കിലും ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ, ചില ഇന്ത്യയെ ദ്രോഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ഫണ്ടിങ്ങും പരിപാടികളൊക്കെ നടത്തുന്നവരുണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട്, അതായത് ഇന്ത്യയിലോട്ട് കടത്താൻ പോലും അദ്ദേഹം തയ്യാറാകുകയാണ്. കാരണം വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇനി മറ്റൊരു ഭാഗം അതിൻ്റെ ഡെവലപ്മെന്റ് അറിയാൻ സാധിച്ചത്, അതായത് രണ്ടുപേരുടെ മിഷൻ, അതായത് കനേഡിയൻ മിഷൻ ഇവിടെ ഉണ്ട്. കാരണം ഇഷ്ടംപോലെ കനേഡിയൻ സിറ്റിസൺ ആയിട്ടുള്ള ഇന്ത്യൻ ഒറിജിൻസ് ഉണ്ട്. പല ആൾക്കാരും വിസിറ്റിങ്ങിനും അതിനോടൊക്കെ പോകുന്നതാണ് ഇന്ത്യ എന്ന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടു അവർ ആ മിഷനിലുള്ള ആൾക്കാരെ മുഴുവൻ പേരെയും റീഇൻസ്റ്റേറ്റ് ചെയ്യാനും ഇന്ത്യ ഗവൺമെന്റ് സമ്മതിച്ചു. ആൾക്കാരെ ഇവിടെ കാനഡയുടെ മിഷനായിട്ടുള്ള ബന്ധപ്പെട്ട ആൾക്കാർക്ക് തിരികെ ഇവിടെ വരാം, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നല്ല ബന്ധം ഇന്ത്യയും മുന്നോട്ട് കാണുന്നുണ്ട് കാനഡയുമായിട്ട്. അതായത് ഒരു ടോക്ക് ചെയ്ത് ഒരു സോഫ്റ്റായ രീതിയിൽ രണ്ട് രാജ്യങ്ങളും പഴയ രീതിയിൽ ജസ്റ്റിൻ ട്രൂഡോ ഇരിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ബന്ധം, ആ രീതിയിലോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അത് കാരണം ഒരു വളരെ പോസിറ്റീവ് വൈബ് തന്നെയാണ്. ഇപ്പൊ കാനഡയുടെ ഒരു ഡിമാൻഡ് അറിയാൻ സാധിക്കുന്നത്, കാരണം അമേരിക്കൻ ടാരിഫ് വന്നിട്ട് ഇപ്പൊ കനേഡിയൻ ഫാം പ്രോഡക്ട്സും മറ്റു സംഭവങ്ങൾ, കാരണം അവിടെ വലിയ രീതിയിൽ അമേരിക്കയിലോട്ട് അയക്കാൻ പറ്റില്ല, കാരണം വലിയ വിലയാണ്. അപ്പൊ അവർ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുമായിട്ടൊരു ടോക്ക് നടത്തിയിട്ട് കനേഡിയൻ ഫാം ആണെങ്കിലും ഫാം പ്രോഡക്ട്സ് ആണെങ്കിലും മറ്റു പലതും ഇന്ത്യയിലോട്ട് അവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ
ഇന്ത്യക്ക് ട്രേഡ് നടത്താൻ അവർക്ക് താല്പര്യമുണ്ട്. മനസ്സിലാക്കുക, അൾട്ടിമേറ്റ്ലി ഇതൊക്കെ കച്ചവടമാണ്, ഇതൊക്കെ ബിസിനസ്സാണ് രാജ്യത്തിൻ്റെ. കാരണം അമേരിക്ക അടുപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ തീരുമാനം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. അമേരിക്കയ്ക്ക് ദോഷമാകുന്ന രീതിയിൽ ഒരു കാര്യം ഏറ്റെടുക്കില്ല. പക്ഷേ കാനഡയുമായിട്ട് ട്രേഡ് നടത്താൻ, അവരുടെ പ്രോഡക്റ്റ് ഇന്ത്യയിൽ വിൽക്കാനും ഇന്ത്യയിൽ ഇപ്പോഴിരിക്കുന്ന ടാരിഫുമായി ബന്ധപ്പെട്ട് ഒരു ഡിസ്കഷൻ നടത്താൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാണ്. കാരണം അവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വളരെ മര്യാദയായിട്ടാണ് കാനഡയോട് പെരുമാറിയത്. നിങ്ങൾക്ക് അങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. അതുതന്നെയാണ് റഷ്യയോട് ഇന്ത്യ കാണിച്ചത്. കാരണം എല്ലാ രാജ്യങ്ങളും റഷ്യയുടെ ക്രൂഡ് മേടിക്കാത്ത സമയം വന്നു കഴിഞ്ഞ സമയത്ത് ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ വാങ്ങാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോൾ റഷ്യ പറഞ്ഞു അവർക്ക് റൂബിൾ ഇന്ത്യ പറയാൻ പറ്റത്തില്ല, ഡോളറിൽ വാങ്ങും. ഇവിടെ അതേപോലെ കാനഡയ്ക്ക് പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ടാകുന്നു, അവിടുത്തെ ഫാക്ടറികൾ അടയ്ക്കാൻ പോകുന്നു, അവിടുത്തെ ഫാർമേഴ്സിന് പ്രശ്നം. കാരണം ഈ പ്രോഡക്റ്റ് മൂവ് ചെയ്യണം. ആ സമയത്ത് ഇന്ത്യ പറഞ്ഞത്, ഈ ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറഞ്ഞ ആ വൃത്തികെട്ട ഭരണാധികാരി പറഞ്ഞ പോലെയല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ഡിപ്ലോമാറ്റിക് മിഷനും ഇതുമായിട്ട് അവരോട് പറഞ്ഞത്. അതായത് ഇന്ത്യ തയ്യാറാണ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ, നിങ്ങളെ സഹായിക്കാൻ, ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ സഹായിക്കാൻ തയ്യാറാണ്. ട്രേഡുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ഞങ്ങൾ തയ്യാറാണ്. അതൊരു പോസിറ്റീവ് സിഗ്നലാണ് ബേസിക്കലി. അത് ലോകരാജ്യങ്ങൾക്കും ഒരു പോസിറ്റീവ് സിഗ്നലായിട്ടാണ് ഇന്ത്യ കൊടുക്കുന്നത്. കാരണം ഒരു രാജ്യം ക്രൈസിസിലാവരുത്, എക്കണോമിക് ക്രൈസിസിലാവരുത്. അവരെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സഹായിക്കേണ്ട സ്റ്റേജിൽ സഹായിക്കാൻ ഇന്ത്യ മഹാരാജ്യം തയ്യാറാണ്. ഇപ്പം ഈ രീതിയിലുള്ള ടോക്സും മറ്റുള്ള കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ, അപ്പോൾ അതിനുശേഷം വരാൻ പോകുന്ന സാധ്യതകൾ, പൊളിബെറെ എന്ന് പറയുന്ന അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ്, അവിടുത്തെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന വലതുപക്ഷ പാർട്ടിക്കാരനാണ്, ട്രംപിൻ്റെ അടുത്ത കക്ഷിയാണ്. അപ്പോൾ സാധ്യത എന്ന് പറയുന്നത് ഈ പോയ കാനഡയുമായിട്ട് വളരെ മോശമായൊരു റിലേഷൻഷിപ്പായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് വളരെ ദൃഢമായിട്ട് മുന്നോട്ട് പോകുന്ന സൂചനകളാണ് രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള ടോക്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഓരോ കാര്യങ്ങളും പുറത്തു വരുന്നില്ല. പറയാൻ സാധിച്ചത് രണ്ടുപേരും ഫർദർ ഡിസ്കഷനും ട്രേഡ് ടോക്സ് ആണെങ്കിലും, അതായത് ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും, രണ്ട് രാജ്യത്തെ ജനങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആണെങ്കിലും കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടത് പറഞ്ഞ് അത് ആമിക്കബിളി സെറ്റിൽ ചെയ്യാനും, കാനഡ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു കാരണവശാലും ഇന്ത്യക്കെതിരെയുള്ള ക്യാമ്പയിൻ, നമ്മുടെ കർഷക ഇഷ്യൂ ഉണ്ടായ സമയത്ത് ടൂൾസ് ഉപയോഗിച്ചുള്ള ക്യാമ്പയിനും, അതേപോലെ തന്നെ അവിടെ സിഖ് ഭീകരവാദികൾക്കും ഇസ്ലാമിക ഭീകരവാദികൾക്കും ഇന്ത്യക്കെതിരെയുള്ള ക്യാമ്പയിൻ്റെ ഒരു പ്ലാറ്റ്ഫോം കൊടുക്കാൻ കാനഡ തയ്യാറല്ല. അതിന് കൃത്യമായ ഇന്ത്യക്ക് പുതിയ കനേഡിയൻ പ്രധാനമന്ത്രി, അതായത് മാർക്ക് കാർണി, ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത്, അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.